പ്രിയങ്ക, ഇവർക്കെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കണം. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെയൊക്കെ ചെലവുകൾ. തൽക്കാലം ഒരു 1 കോടി രൂപ താൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കും. സോറി ശരത്തെ, കമ്പനി ഫോമായി കമ്പനിയുടെ അക്കൗണ്ടിലൂടെ അല്ലാതെ പണം ഞാൻ ട്രാൻസ്ഫർ ചെയ്യില്ല. ഐ എം സോറി സർ. എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ശരത്തിന് നന്നായിട്ട് അറിയാം. എങ്കിൽ ഞാൻ പോട്ടെ സർ. എന്താണ് ശരത്തെ, ഇത് കേൾക്കാനാണോ ഇത്രയും നേരം വരെ ഉറക്കൊളച്ചത്? ചിലപ്പോൾ ഉറക്കളക്കേണ്ടി വരും. പ്രത്യേകിച്ച് മറ്റു അധ്വാനങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നത് പോലെ രണ്ടുപേരും കൂടെ നിന്നാ അവളുടെ കയ്യിൽ വന്നിട്ടുള്ള പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തും. അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വേഷം കെട്ടിയവനെ കുറച്ച് പണം കൊടുത്തിട്ടുണ്ട്. അവൾ അതുകൊണ്ട് പ്രൊഡ്യൂസറും ആവണ്ട, ലേഡി സൂപ്പർ സ്റ്റാറും ആവണ്ട. പകരം അത് നമുക്ക് ജീവിക്കാനുള്ളതാ. കുറെ കാലം മേച്ചുകൊണ്ട് നടന്നതിന് എനിക്കെന്തെങ്കിലും കൂലി കിട്ടണ്ടേ ജോൺസാ? ആറ്റുവാശ്ശേരി ക്രിയേഷൻസ് എങ്കിൽ ആറ്റുവാശ്ശേരി ക്രിയേഷൻസ്. പണി നടക്കട്ടെ വക്കീലേ. അവൾക്കുള്ള കുഴി ഞാൻ കുത്തിക്കോളാം. പ്രിയങ്കേ, പ്രിയങ്കേ, പ്രിയങ്കേ. എന്താ മുത്തശ്ശി? ഇന്നലെ ഉറങ്ങാതെ പൂജാമുറി ധ്യാനത്തിലിരിക്കണമെന്നല്ലേ നിന്നോട് പറഞ്ഞു ഏൽപ്പിച്ചത്? എന്നിട്ട് പൂജാമുറിയിൽ കുറെ നേരം ഇരുന്നപ്പോ എനിക്ക് നടുവേദനിക്കുന്ന പോലെ തോന്നി. ഒന്ന് നടന്നിട്ട് തിരിച്ചു തന്നിരിക്കാന്ന് കരുതിയതാ. ഇവിടെ ഇരുന്നപ്പോ കർമ്മങ്ങൾ മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ ആക്കി കളഞ്ഞല്ലോ. സോറി മുത്തശ്ശി, ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടല്ലേ. പൂജാരി വരുമ്പോ ഇതിനു വേണ്ടി കഠിന വ്രതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചറിയാം. പെണങ്ങല്ലേ മുത്തശ്ശി. സൂര്യോദയത്തിന് മുമ്പായി സൂര്യ നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളി ചീറനായിട്ട് വന്നിട്ട് വേണം അത് ചെയ്യാൻ. ഇനിയെന്താ അതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാം. ഞാനിപ്പൊ കുളിച്ചിട്ട് വരാം. ഈ നാശം പിടിച്ച തള്ളയ്ക്ക് ഉറക്കമില്ലല്ലോ. ഉള്ളിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോ ചടങ്ങ് നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവോ? എങ്ങനെയെങ്കിലും ഇത് തീർക്കാതെ പറ്റില്ലല്ലോ.
എന്തിനാ ചെയ്യുന്നത്? ഇവിടെ ഉള്ളവർക്ക് ആയുസും ആരോഗ്യം കിട്ടിയിട്ട് എനിക്ക് എന്തിനാ? ഓരോ വേഷം കെട്ടലുകള്, രാത്രി മുഴുവനും പട്ടിണിയും, ഉയരം വെളുത്ത് നനഞ്ഞൊട്ടി നിന്ന് പ്രാർത്ഥനയും. ഛെ. ഇവള് നല്ല മനസ്സോടെ കർമ്മം അനുഷ്ഠിക്കില്ല. ഇവളുടെ പ്രാർത്ഥന കൊണ്ട് വരുണിന് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ കുടുംബം നശിക്കണമെന്ന് അവളുടെ മനസ്സിൽ. വരുൺ താലി കെട്ടിയ പെണ്ണ് തന്നെ കർമ്മം ചെയ്യണം. അവളത് കൃത്യമായി ചെയ്യുന്നുണ്ട്. രാധികയുടെ പ്രാർത്ഥന എന്റെ മോനോടൊപ്പമുണ്ട്. അവനൊന്നും സംഭവിക്കില്ല. ഷൂട്ടിംഗ് തുടങ്ങാതെ പ്രിയങ്കയുടെ കയ്യിൽ നിന്നും പണം കിട്ടില്ല. എത്രയും പെട്ടെന്ന് കമ്പനി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഷൂട്ടിങ്ങും അതെങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന്? പൂർത്തിയാക്കാനുള്ള പ്രോജക്റ്റ് ഒന്നും അല്ലല്ലോ ജോൺസൺ. 1-2 ദിവസം ഷൂട്ടിംഗ്, അതിനിടയിൽ അവളുടെ കയ്യിൽ നിന്നും പണം അടിച്ചു മാറ്റണം. പിന്നെ ഷൂട്ടിംഗ് നടന്നില്ലെങ്കിൽ നമുക്കെന്താ? കുറച്ച് റിസ്ക് ഉണ്ട്. 5 കോടി രൂപയുണ്ട് അവളുടെ കയ്യിൽ. ഒരു റിസ്ക്കും ഇല്ലാതെ അത്രയും പണം കിട്ടുന്ന വേറെ എന്തെങ്കിലും പണി അന്വേഷിക്കാൻ അറിയോ? നിങ്ങൾ പേപ്പേഴ്സ് റെഡിയാക്കി വെക്കേ. കമ്പനി അക്കൗണ്ടിലെ പണം എനിക്കും അവൾക്കും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കണം. അവളെ കൊണ്ട് അത് എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുന്ന കാര്യം ഞാനേറ്റു. ആ പിന്നെ ഡയറക്ടറെ, നിങ്ങൾ ഏതോ ഒരു ജോൽസിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തായിരുന്നു പേര്? അത് തട്ടിപ്പിനാണെങ്കിലും ഓർക്കേണ്ടതൊക്കെ ഓർത്തു വെക്കണ്ടേ? ദേവമംഗലം ബാലൻ തിരുമേനി. നാട്ടുകാരോട് പറഞ്ഞ് അയാളുടേതെന്ന് പറഞ്ഞ് ഒരു കുറിമാനം എഴുതി വാങ്ങിച്ചോ. അതുകൂടി കാണുമ്പോൾ അവള് വിശ്വസിച്ചോളൂ. എന്നിട്ട് ഇന്നോ നാളെ തന്നെ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കണം. അതെങ്ങനെയാ? അതിനാ നിങ്ങളുടെ ഈ ദേവമംഗലം ബാലൻ തിരുമേനി. അദ്ദേഹം പറഞ്ഞെന്ന് പറയണം. പണം കൈ കിട്ടിയാ പിന്നെ സിനിമയില്ല, ഇവളുടെ പിന്നിലുള്ള നടത്തവുമില്ല. എവിടെയെങ്കിലും പോയി കുറച്ചു കാലം ഒന്ന് സൂഹിക്കണം. ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കാം. അപ്പൊ പ്രിയങ്ക? ഈ നഗരത്തിൽ ഒരുപാട് ലോഡ്ജുകള് സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കി നഷ്ടപ്പെട്ട ആളുകള് പട്ടിണിയും പരിവട്ടമായി കഴിയുന്നുണ്ട്. അവളും അതിലങ്ങ് ചേർന്നോളും. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോളൂ. അടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് പേപ്പറിൽ വായിക്കാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ ശരത്തെ? അതെ, ശത്രുവിനെ നമുക്ക് ചതിക്കാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട്സ് ആക്കാനാ എളുപ്പം.
നാളെയാണ് പൂജയുടെ അവസാന ദിവസം അല്ലേ ചാ? പൂജയും ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് ഇറങ്ങി വരുമോ വരുണിനെ രക്ഷിക്കാൻ? ഇല്ല, ഭഗവാൻ വരുണിനെ രക്ഷിക്കില്ല. പ്രിയങ്ക നേരെ ചൊവ്വേ ചടങ്ങ് പൂർത്തിയാക്കിയാലല്ലേ വരുണിന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കും. അതുണ്ടാവില്ല. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്രതം ഇന്നലെ അവളെ കൊണ്ട് കൽപ്പന തെറ്റിച്ചു. ഇന്നിപ്പോ എന്താ ചെയ്തിരിക്കുന്നതെന്നറിയോ? എന്താ? രാവിലെ അവളെ എഴുന്നേറ്റ് ഈറൻ അണിഞ്ഞു നിന്ന് സൂര്യ നമസ്കാരം നടത്തി. അതും കഴിഞ്ഞ് പൂജാമുറിയിൽ നിന്ന് വിശദമായ പ്രാർത്ഥന. എന്നിട്ടിപ്പോ പ്രിയങ്ക ഇരിക്കുന്നതേ കൽപ്പനയുടെ മുറിയില്ല. അതെന്തിന്? ചിക്കൻ കഴിക്കാൻ. കൽപ്പന രഹസ്യമായിട്ട് വാങ്ങിപ്പിച്ചതാ, വ്രതം എടുക്കുന്നവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ. പ്രിയങ്ക അത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ഇനിയിപ്പൊ എന്തായാലും പൂജയ്ക്ക് ഫലം ഉണ്ടാവില്ല. അത് നന്നായി. പൂജാവിധികളിൽ തെറ്റിയതാൽ ദൈവം ശിക്ഷിക്കില്ലേ? പിന്നെ അതിൽ സംശയമില്ല. അപ്പൊ കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും അതിന്റെ പഴി ദൈവത്തിനെ കേൾക്കും അല്ലേ? ചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നത്? കുടുംബക്ഷേത്രത്തിലെ പ്രാർത്ഥന കഴിഞ്ഞ് പ്രിയങ്ക ജീവനോടെ പുറത്തു വരില്ല. അവളെ അവിടെ വെച്ച് തീർക്കാനാമേ ഞങ്ങളുടെ ഉദ്ദേശം. അതോടെ കാര്യങ്ങളൊന്ന് കലങ്ങി മറിയും. വരുൺ ഈ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. ചന്ദ്രേട്ടാ, ഇത്രയും കാലം നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്തപ്പോ ദൈവമായിരുന്നു അവളുടെ കരുത്ത്. ഇപ്പൊ പിന്നെ ദൈവത്തെ നിഷേധിച്ച അവക്ക് ദൈവം കൂട്ടിരിക്കില്ലല്ലോ.
ചാവാനുള്ള സമയമായി. ശരത്തെ, പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ പ്രിയങ്ക ഉൾക്കൊള്ളോ? ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള സമയം കൊടുത്താ അവൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോകും. അവളുടെ കയ്യിലുള്ള കാശ് പറഞ്ഞു ഭരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. എന്താ ശരത്തെ? കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് താൻ മാത്രമല്ലേ വിശ്രമിക്കുന്നുള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. ഞങ്ങൾ ഇപ്പോൾ വരുന്നത് സൂപ്പർ സ്റ്റാർ ദേവന്റെ വീട്ടിൽ നിന്നാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് പടം തുടങ്ങാൻ അദ്ദേഹം സമ്മതിച്ചു. ഹീറോയിൻ പുതുമുഖമാണെന്ന് പറഞ്ഞപ്പോ ആദ്യം ദേവന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് എതിർപ്പുണ്ടായി. പിന്നെ പ്രിയങ്കയെ കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കൺവിൻസ് ആയി. ദേവന്റെ നായികയായി ഒരു തുടക്കം കിട്ടുന്നത് പ്രിയങ്കയുടെ ഒരു ഭാഗ്യമാണ്. അതില് സംശയം എന്താ സർ? പ്രിയങ്ക, ആറ്റുവാശ്ശേരി പ്രൊഡക്ഷൻ ബാനറിന്റെ എല്ലാ നൂലാമലകളും അവസാനിപ്പിച്ച് കമ്പനി രജിസ്റ്റർ ചെയ്തു. കമ്പനിയുടെ പേരിൽ പ്രിയങ്കയ്ക്ക് ശരത്തിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ ബാങ്ക് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി നേരെ പ്രൊഡക്ഷനിലേക്ക് കടക്കുകയാണ് നല്ലത്. ശക്തിയായ ഒരു പ്രൊഡ്യൂസറായിട്ട് ഒരു വനിത വരുന്നു എന്ന് പറയുന്നത് ഒരു അട്രാക്ഷനാണ്. അതും ദേവന്റെ ഹീറോയിനായിട്ട് എന്നുകൂടി പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡബിൾ പ്രൊമോഷൻ. പിന്നെ ഞാനെന്ന് പറഞ്ഞിരുന്നില്ലേ, ദേവമംഗലം ബാലൻ തിരുമേനി, ഞങ്ങൾ 3 പേരും കൂടി അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. എന്നിട്ട്? അല്ല, നാളെ എന്തോ നല്ല മുഹൂർത്തമുണ്ടോ? ആ അതെ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാളെ എന്തോ മുഹൂർത്തത്തിന് പ്രത്യേകതയുണ്ട്. വീട്ടിലെ പൂജയ്ക്ക് വന്ന തിരുമേനി അങ്ങനെ എന്തോ പറയുന്ന കേട്ടു. യെസ്, അത് തന്നെയാണ് ബാലൻ തിരുമേനിയും പറഞ്ഞത്. നാളെ സന്ധ്യയ്ക്ക് നമുക്ക് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങാം. നാളെയോ? എന്തായി പറയുന്നത്? കാര്യങ്ങളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഉണ്ടായിരുന്ന സെറ്റപ്പിൽ നിന്ന് പ്രൊഡ്യൂസറെ ഹീറോയിനും മാത്രം മാറുന്നു. പകരം പ്രിയങ്ക വരുന്നു, അത്ര തന്നെ. ശരത്തെ, നാളെ ആ കണിമംഗലത്ത് വരുണിന് വേണ്ടിയുള്ള പൂജ പൂർത്തിയാവുന്നേ. നാളത്തെ ദിവസം കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവൂ. അതിന് പ്രശ്നമുണ്ടല്ലോ പ്രിയങ്ക. നാളെ ഈ ഒരു പ്രത്യേക മുഹൂർത്തത്തെ നമ്മൾ ഉപയോഗിച്ചില്ല എങ്കിൽ പ്രിയങ്കയുടെ നാളനുസരിച്ച് 1 വർഷം കഴിഞ്ഞേ നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് കടക്കാൻ പറ്റൂ. അത് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. ഒരു നടിയുടെ ജീവിതത്തിൽ 1 വർഷം കടന്നു പോവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പണം എനിക്ക് തരുന്ന വരുണിനോട് എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ് ഇല്ലേ? അദ്ദേഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാ ഈ പൂജ. അറ്റ്ലീസ്റ്റ് ഞാനത് പൂർത്തിയാക്കി കൊടുക്കെങ്കിലും വേണ്ടേ? എന്നേക്കുമായി അയാളെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്ന പ്രിയങ്കയ്ക്ക് അത് നടന്നാലെന്താ, നടന്നില്ലെങ്കിലെന്താ? പ്രിയങ്ക സ്വന്തം ലൈഫിനെ കുറിച്ച് ചിന്തിക്കുക. ശരത്തെ, എന്നാലും പ്രിയങ്ക, ഞാൻ നിർബന്ധിക്കില്ല. ഇനിയൊരു ഡേറ്റ് ചേഞ്ച് ദേവൻ സാറിനോട് പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടില്ല. പ്രിയങ്കയുടെ കാര്യങ്ങൾ ഒരുപാട് വൈകുകയും ചെയ്യും. എനിക്ക് അടുത്ത പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ അതുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്താന്ന് വെച്ചാൽ പ്രിയങ്ക തന്നെ തീരുമാനിക്കും. എന്നും അതെ, എന്തെങ്കിലും കാര്യങ്ങൾ ശരിയായി വരുമ്പോ അപ്പോൾ പ്രിയങ്കയ്ക്ക് ഒരു തടസ്സമുണ്ടോ? ഇതും ഇങ്ങനെ തന്നെ അവസാനിക്കുന്ന എനിക്ക് തോന്നുന്നത്. ശരത്തെ, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഇതും കൂടെ മുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡേ വിടും. എനിക്ക് മടുത്തു. പിന്നെ പണക്കാരന്റെ ഭാര്യ ആവുകയോ നടിയാവുകയോ അതൊക്കെ നിന്റെ ഇഷ്ടം.
സർ എനിക്ക് സമ്മതോ. നാളെ ഈവനിങ് നമുക്ക് നമ്മുടെ പടത്തിന്റെ ഷൂട്ട് തുടങ്ങാം. എനിക്ക് എന്റെ ഭാവി നോക്കിയേ പറ്റൂ. അതിന്റെ പേരിൽ ആര് ബുദ്ധിമുട്ടിയാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എല്ലാം ഓക്കെ അല്ലേ?